Hello students. In short, we have used induction method to prove the family possess the properties 1, 2, 3, 4. 2 and 3 are automatically obtained by these conditions, and using characterization of normality we are forming new family members, so they are open sets and condition 4 to be verified. First, taking the closed sets A, B, keeping one A and x minus b open set containing A, we have formed the open set F naught of the family. A contained in F naught, contained in F naught closure, contained in F1. 0 less than 1 F naught closure contained in F1. 0 Q naught 1 Q1 എന്ന് സെറ്റ് ചെയ്യുന്നു. ആദ്യം നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിനെ obtain ചെയ്യുന്നു. F1 equal to x minus b, F naught is obtained by characterization of normality. Here not the condition A is contained in F naught. ഇപ്പോൾ ഇനി നമ്മളതാണ് അപ്ലൈ ചെയ്ത് ഫംഗ്ഷൻ എഫ് ഓഫ് എ 1ഉം എഫ് ഓഫ് ബി 0യും അല്ല എഫ് ഓഫ് എ 0യും എഫ് ഓഫ് ബി 1ഉം ആണെന്ന് പ്രൂവ് ചെയ്യാൻ എ ഇസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് നോട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് നോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അത് കിട്ടി. പിന്നെ ക്യൂ നോട്ടും ക്യൂ 1ഉം 0യും 1ഉം 0യ്ക്ക് പുറകിലും 1 കഴിഞ്ഞും നമ്മളുടെ കണ്ടീഷൻ 2ഉം 3യും ആണ് നിലനിൽക്കുന്നത്. 0യ്ക്ക് 1നും ഇടയ്ക്കുള്ള റാഷണൽ നമ്പേഴ്സിനെ നമ്മളിങ്ങനെ എന്യൂമറേറ്റ് ചെയ്യുന്നു. അപ്പോൾ Q2 എന്ന് പറയുന്ന റാഷണൽ നമ്പർ Q2 01ലെ എലമെന്റ് ആണ്. Q നോട്ട് 0യും Q1 1ഉം ആണ്. അപ്പോൾ Q2 Q നോട്ടിനും Q1നും ഇടയ്ക്കാണ്. എഫ് നോട്ട് ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ F1 അല്ലെ എഫ് ക്യൂ നോട്ട് ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ FQ1. FQ1 ഓപ്പൺ സെറ്റ്, ദിസ് ഇസ് ക്ലോസ്ഡ് സെറ്റ്, സബ്സെറ്റ്സ് ഓഫ് X. Again characterization of normality, we get an open set. ആ ഓപ്പൺ സെറ്റിനെ Q2ന് കറസ്പോണ്ടിങ് ആയിട്ട് FQ2 എന്ന് നെയിം ചെയ്യുന്നു. അപ്പോൾ FQ2 contained in FQ2 closure contained in FQ1 എന്ന് കിട്ടും. Q2 ലെസ് ദാൻ Q1 ആയിരിക്കും FQ2 closure contained in FQ1. അപ്പോൾ നാലാമത്തെ കണ്ടീഷൻ ഒരിടത്തും കൂടി വെരിഫൈഡ് ആയിരിക്കുന്നു. നോർമാലിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ ആണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുള്ളത് കൊണ്ട് കണ്ടീഷൻ 1 ഓഫ് ഫാമിലി ഇസ് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ്. ഓപ്പൺ സെറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. നാലാമത്തെ കണ്ടീഷൻ ഇവിടെയും ശരിയായി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് Q നോട്ട് Q1 എക്സെട്ര Qn-1 ഇൻഡക്ഷൻ അസംഷൻ ആണ്. ഓപ്പൺ സെറ്റ്സ് നോർമാലിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ വഴി കറസ്പോണ്ടിംഗ്ലി FQ0, FQ1, FQ2, Fqn-1 കിട്ടും എന്ന് വിചാരിക്കുക. ഇൻഡക്ഷൻ അസംഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഓൾസോ സാറ്റിസ്ഫൈസ് കണ്ടീഷൻ 4. ഇവര് കണ്ടീഷൻ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇൻഡക്ഷൻ അസംഷൻ. അടുത്ത നമ്പർ Qn നമ്മൾ പരിഗണിക്കുന്നു. നമുക്ക് പുതിയ സെറ്റ് ഡിഫൈൻ ചെയ്യണം. സെറ്റ് കിട്ടിയില്ല. Qn പരിഗണിക്കുന്നു. Qn ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Qnനേക്കാൾ ചെറുതായിട്ടുള്ള Q0, Q1, Qn-1ലെ ആൾക്കാരുണ്ടാവും. അവരുടെ മാക്സിമത്തിന് Qi എന്നും Qnനേക്കാൾ വലുതായിട്ടുള്ളവരുടെ മിനിമത്തിന് Qj എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ Qi Qnനേക്കാൾ ചെറുതാണ്, Qj Qnനേക്കാൾ വലുതാണ്. അതുകൊണ്ട് Qi ലെസ് ദാൻ Qn ലെസ് ദാൻ Qj എന്ന് ഒരു സ്റ്റേജിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇനിക്വാളിറ്റി ഉപയോഗിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Qi ലെസ് ദാൻ Qn ലെസ് ദാൻ Qj. Qi ലെസ് ദാൻ Qj, Qi ഈ കൂട്ടത്തിൽ ഒരെണ്ണോ Qjയും ഈ കൂട്ടത്തിൽ ഒരെണ്ണോ, ഇവരെല്ലാവരും ഇൻഡക്ഷൻ അസംഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ്. നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. Qi ലെസ് ദാൻ Qj ആണെങ്കിൽ FQi ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ FQj. FQi ക്ലോഷർ ക്ലോസ്ഡ് സെറ്റ് FQj നമുക്ക് നോർമാലിറ്റി ക്യാരക്ടറൈസേഷൻ വഴി കിട്ടിയതാണ്. FQi FQj എല്ലാം. അപ്പോൾ അതൊരു ഓപ്പൺ സെറ്റ്. ക്ലോസ്ഡ് സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്. അഗെയിൻ വി അപ്ലൈ ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി. അപ്പോൾ FQi ക്ലോഷറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടാവും. H എന്നൊക്കെ എഴുതുന്ന സ്ഥാനത്ത് നമ്മളിപ്പം Qnന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ആയിട്ട് അതിനെ അങ്ങ് ഡിനോട്ട് ചെയ്യുന്നു. Fqn കണ്ടെയ്ൻഡ് ഇൻ Fqn ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ FQj. അവിടെ Qn ലെസ് ദാൻ Qj ആയിരിക്കുമ്പം Qn ആണ് പുതിയ റാഷണൽ നമ്പർ പരിഗണിച്ചത്. Qn ലെസ് ദാൻ Qj ആയിരിക്കുമ്പം Fqn ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ FQj എന്നുള്ള നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നു. അപ്പോൾ ബേസിക് സ്റ്റേജസിൽ വെരിഫൈ ചെയ്തു. ഇൻഡക്ഷൻ അസംഷൻ വഴി അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിങ്ങനെ മുമ്പോട്ട് പോകാം. സോ ഓൾ ദ റാഷണൽ നമ്പേഴ്സ് Q0, Q1 എക്സെട്ര Qn എക്സെട്ര between 0 and 1 satisfy condition 4 also. So all are open sets. എല്ലാ FQ1, FQ2, FQ3 എല്ലാവരും ഓപ്പൺ സെറ്റ്സ് ആണ്. നോർമാലിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ വഴി കിട്ടിയവരാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫാമിലി FT സാറ്റിസ്ഫൈങ് ഫോർ കണ്ടീഷൻസ് ഫാമിലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ വി ക്യാൻ യൂസ് lemma 2. അതുകൊണ്ട് ഫാമിലി FT സാറ്റിസ്ഫൈങ് ദ 4 കണ്ടീഷൻ തന്നാലാണ് lemma 2ന്റെ കൺക്ലൂഷൻ. അപ്പോൾ lemma 2 വഴി നമുക്ക് എന്ത് കിട്ടും?
If we define f of x equal to ഒരു പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. f of x equal to infimum of t element of q such that x element of ft. x ftയിലാകുന്ന റാഷണലിറ്റികളുടെ ഇൻഫീമത്തെയാണ് f of x എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. Then f will be a function. x ലെ എലമെന്റ്സിനെയാണ് f from x to റിയൽ ലൈൻ. ഇത് t element of q കൊടുക്കും, റിയൽ ലൈൻ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ എന്താ ലെമ്മ പറയുന്നത്? ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ടേക്കിംഗ് വാല്യൂസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0. വാല്യൂസ് 0-1ലേക്ക് ഡിഫൈൻഡ് ഓൺ x ആൻഡ് ടേക്കിംഗ് വാല്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0-1. 0യ്ക്ക് 1-ലേക്കുള്ള വാല്യൂസ് എടുക്കുന്ന ഫംഗ്ഷനെ അങ്ങനെ ലെമ്മ ഉപയോഗിച്ച് നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ലെമ്മ 2 ഉറപ്പ് തരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടി. ft കിട്ടിയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി ഇതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് തന്നിരുന്നത് നോർമൽ, ഗിവൺ നോർമൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കിയെടുത്തു. എങ്ങനത്തെ ഫംഗ്ഷനാ വേണ്ടേ? നെസസറി പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് there exists a continuous function. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, 0-1 വാല്യൂസ് എടുക്കുന്നതാണ് എന്നിപ്പോ നമ്മൾ പറഞ്ഞു. there exists a continuous function such that f of a equal to 0. എയിലെ പോയിന്റ്സിന് 0 ആയിരിക്കണം, ബിയിലെ പോയിന്റ്സിന് വാല്യൂ 1 ആയിരിക്കണം. f of b equal to 1. ഇങ്ങനത്തെ ഫംഗ്ഷനും കിട്ടി. ഇനി എയിലെ പോയിന്റ്സിന് 0 ആയിരിക്കണം, ബിയിലെ പോയിന്റ്സിന് 1 ആയിരിക്കണം വാല്യൂ. അപ്പൊ എക്സ് എയിലാണ് എന്ന് വിചാരിക്കാം. എക്സ് എയിലാണെങ്കിൽ അപ്പൊ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഏറ്റവും ആദ്യം എഫ് നോട്ട് എടുത്തപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് നോട്ട് ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ f1 എന്നാണ്. എ ക്ലോസ്ഡ് സെറ്റും f1 ഈക്വൽ ടു എക്സ് മൈനസ് ബി ഓപ്പൺ സെറ്റുമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ എഴുതിയിരുന്നത്. എഫ് നോട്ട് ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ f1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ബി ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ദ ക്ലോസ്ഡ് സെറ്റ്. ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി വഴി കിട്ടിയ സെറ്റിനെ എഫ് നോട്ട് എന്ന് വിളിച്ചു. അപ്പൊ അതിലെ ഈ ഭാഗം എടുത്ത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് നോട്ട്. എക്സ് എലമെന്റ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് എഫ് നോട്ട്. എക്സ് എഫ് നോട്ടിലാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്നാ പറയുന്നത്? ഫാമിലി എഫ് ടിയുടെ എഫ് ടി ഈക്വൽ ടു 5 or t less than 0. Then you say what is the value for f of x. Therefore, if x element of a, x aയിലാണെങ്കിൽ x f നോട്ടിലുണ്ട്, f നോട്ടിന് പുറകിലെല്ലാം empty ആണ്. So f of x equal to infimum of set of all t element of q such that x element of ft, x ftയിലാകുന്ന tകളുടെ ഇവിടെ എക്സ് എലമെന്റ് ഓഫ് f0 ഉണ്ട്. ഇനി മുമ്പോട്ട് എത്ര ഉണ്ടായാലും ഇൻഫീമം എന്നാവും? f0 ഉണ്ട്, പിന്നെ പുറകിലൊന്നും ഇല്ല. t ലെസ് ദാൻ 0-യിലുള്ള ftകളെല്ലാം empty ആണ്, അവിടെ ഒന്നും x ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഇൻഫീമം 0 എന്നാവും. 0 കഴിഞ്ഞ് മുമ്പോട്ടുള്ള ftയിലൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ ഇൻഫീമം ഓഫ് t എലമെന്റ് ഓഫ് q എടുക്കുന്നു. 0യ്ക്ക് പുറകിലുള്ള ftകളെല്ലാം empty ആണ്, അവിടെ ഒന്നും ഈ x ഇല്ല. സോ ഇൻഫീമം ഈക്വൽ ടു 0. fx ഈക്വൽ ടു 0. fx equal to 0 for all x element of a. x element of a യില് fx 0 ആയി. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം, f of a equal to 0 ഇങ്ങനെയും എഴുതാം. നിങ്ങളുടെ ബുക്കിലൊക്കെ fx equal to 0 for all x element of a എന്നാണ് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് x element of b ആണെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. x element of b എടുത്തു. x element of b. അപ്പോൾ ബി എ പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിക്കണം. ബി എ പറ്റി അറിയാവുന്ന കാര്യം എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് നമ്മുടെ f1 ആണ്. 1 ഈക്വൽ ടു q1 ആണ്. 0 ഈക്വൽ ടു q നോട്ടും. മറ്റു റാഷണൽ നമ്പേഴ്സ് എല്ലാ qi എടുത്താലും fq1 ആണ് f1 ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പൊ q2 q3 എക്സെട്ര ഇവരെല്ലാവരും 0-1-ലെ റാഷണൽ നമ്പേഴ്സ് ആണ്, 1-നേക്കാൾ ചെറുതാണ്. ഓൾ ലെസ് ദാൻ 1. ദെൻ s ലെസ് ദാൻ t implies fs ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് ft എന്നാണ് നമ്മളുടെ കണ്ടീഷൻ. കണ്ടീഷൻ 4 സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാണ് ft സാറ്റിസ്ഫൈസ് 1 to 4. അപ്പൊ കണ്ടീഷൻ 4 സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ഫാമിലിയിലുള്ളൂ. q2 q3 എക്സെട്ര എല്ലാവരും 1-നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് fq2 fq3 എക്സെട്ര ഇവരെല്ലാവരും fs ക്ലോഷർ, അതിന്റെ ക്ലോഷർ എല്ലാവരും fq2 ക്ലോഷർ fq3 ക്ലോഷർ എക്സെട്ര ഓൾ സബ്സെറ്റ് ഓഫ്
FQ1 അല്ലെങ്കിൽ F1 ഈക്വൽ ടു എക്സ് മൈനസ് ബി. ഇതിന്റെ ക്ലോഷർ തന്നെ എക്സ് മൈനസ് ബിക്ക് അകത്താണെങ്കിൽ FQ2 സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി, FQ3 സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി എക്സെട്ര. എല്ലാവരും എക്സ് മൈനസ് ബിക്ക് അകത്തുള്ളതാണ്, എക്സ് മൈനസ് ബിക്ക് അകത്തുള്ളതാണ്. സോ അതുകൊണ്ട് എക്സ് എലമെന്റ് ഓഫ് ബി ആണെങ്കിൽ ഇവരെല്ലാവരും എക്സ് മൈനസ് ബിക്ക് അകത്താണ്. അപ്പൊ ബിക്ക് അകത്തുള്ള ഒരു പോയിന്റ് ഇവിടെ വരത്തില്ല. എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് FQ2, FQ3, FQ4 എക്സെട്ര. ഒരു FQIക്ക് അകത്തും എക്സ് വരത്തില്ല. പിന്നെ വരാവുന്ന എവിടെയാ? രണ്ടാമത്തെ കണ്ടീഷൻ FT ഈക്വൽ ടു എക്സ് ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 1. ഇതൊക്കെ Q2 ലെസ് ദാൻ 1, Q3 0-1 റാഷണൽസ് വെച്ചായിരിക്കുന്നു, Q3 ലെസ് ദാൻ 1. അപ്പൊ 1നേക്കാൾ ചെറിയ റാഷണൽ നമ്പേഴ്സ് എടുത്ത് FQIs ഫോം ചെയ്താൽ അതിൻ്റെ അകത്തൊന്നും ബിയിൽ വരുന്ന ഒരു എക്സ് ഉണ്ടാവത്തില്ല. കാരണം ഇവരെല്ലാവരും എക്സ് മൈനസ് ബിക്ക് അകത്താണ്. അപ്പൊ ബിയിൽ ഒരു പോയിന്റ് FQ2-ലോ FQ3-ലോ FQ4-ലോ ഒന്നിൻ്റെ അകത്ത് വരത്തില്ല. പിന്നെ ടി അത് 1ന് പുറകിലുള്ള റാഷണൽ നമ്പേഴ്സ് വെച്ച് ചെയ്താൽ 1 കഴിഞ്ഞാണെങ്കിൽ FT ഈക്വൽ ടു എക്സ് എല്ലായിടത്തും ബിയിലെ പോയിന്റ്സും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ബിയിലെ ഒരു പോയിന്റ് വരാൻ പോകുന്നത് സാധ്യതയുള്ളത് എവിടെയാണ്? F1 ഈക്വൽ ടു എക്സ് മൈനസ് ബി. അവിടെയും ബിയിലെ പോയിന്റ് ഇല്ല, അതില്ല. പിന്നെ തൊട്ടടുത്തുള്ളൂ 1 കഴിഞ്ഞ് തൊട്ടടുത്തുള്ള റാഷണൽ നമ്പറിൽ. ബട്ട് വെൻ വി ഡിഫൈൻ ദ ഇൻഫീമം f of x ഈക്വൽ ടു എക്സ് എലമെന്റ് ഓഫ് ബിയിൽ f of x ഈക്വൽ ടു നമ്മൾ എന്താ എടുക്കുന്നത്? ഇൻഫീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ ടി എലമെന്റ് ഓഫ് Q such that x element of FT. XFTയിലുള്ള ടിയുടെ ഇൻഫീമം ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 1ന് പുറകിലുള്ള 1ലും ഇല്ല F1 ഈക്വൽ ടു എക്സ് മൈനസ് ബി, അവിടെ ഒന്നും ഇല്ല. F1 വരെ FQ2 FQ3 F1 വരെ ഒരെണ്ണത്തിന്റെ അകത്തും നമ്മളുടെ എക്സ് ഇല്ല. പിന്നെ എവിടെയുള്ള അത് കഴിഞ്ഞാൽ FT ഈക്വൽ ടു ഫുൾ സെറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലായിടത്തും ഉണ്ടാവാം. അപ്പോൾ എന്തായിരിക്കും ഇൻഫീമം? 1ൽ വരെ ഇല്ല, തൊട്ടടുത്ത് എല്ലായിടത്തും ഉണ്ട്. 1.0.0.0.1 പോലെ ഒരു റാഷണൽ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളുടെ എക്സ് ആ FTയിലൊക്കെ മെമ്പറാണ്. അപ്പൊ ഇൻഫീമം ഓഫ് 1ന് തൊട്ടടുത്തുള്ളതിന്റെ ഇൻഫീമം എടുക്കുമ്പോൾ f of x ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. f of x ഈക്വൽ ടു 1 അതുവരെ ഇല്ല. 1ന് പുറകിലുള്ള റാഷണൽ നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള FTകളിൽ ഒന്നും നമ്മളുടെ എക്സ് ഇല്ല. ഇതാണ് കാരണം. ഇതെല്ലാം എക്സ് മൈനസ് ബിക്ക് അകത്ത്. അത് കഴിഞ്ഞ് 1 കഴിഞ്ഞ് F1 ഈക്വൽ ടു എക്സ് മൈനസ് ബിയിലും ബിയിലെ പോയിന്റ് ഇല്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള എല്ലായിടത്തും FT ഈക്വൽ ടു എക്സ് എന്നാ, ടി ഗ്രേറ്റർ ദാൻ 1 FT ഈക്വൽ ടു എക്സ് എന്നാ. അപ്പൊ അവിടെയുള്ള എല്ലായിടത്തും ഉണ്ട്. 1ന് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന എല്ലാ FTകളിലും എക്സ് ഉണ്ട്. If we define fx equal to infimum t element of Q, x element of FT, the infimum equal to 1. Fx equal to 1 for all x element of B. അല്ലെങ്കിൽ f of B equal to 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. That is given to disjoint closed sets A and B using lemma 2. We can say that f of A equal to 0 and f of B equal to 1, where f is a continuous real valued function. Taking values in 0, 1 എന്നുള്ളത് ഇപ്പൊ നമുക്ക് പ്രാധാന്യമില്ല. ലെമ്മ 2 വഴി കിട്ടുന്നത് 0, 1 വാല്യൂസ് എടുക്കുന്നതാണ്. റിയൽ വാല്യൂഡ് ആണല്ലോ. We have to establish the existence of a real valued function. എയിൽ 0യും ബിയിലും 1ഉം ആയിരിക്കണം. അങ്ങനത്തെ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് കുറെ അഡീഷണൽ പ്രോപ്പർട്ടീസും കൂടെ ഉള്ളതാണെന്ന് വിചാരിച്ചാൽ മതി. 0യ്ക്കും 1നും ഇടയ്ക്ക് വാല്യൂസ് എടുക്കുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് പെക്യുലാരിറ്റി കൂടിയ ഒരു ഫംഗ്ഷൻ ആണെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത് എയിൽ 0യും ബിയിൽ 1ഉം എടുക്കുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടുമെന്നാണ്. അത് നമുക്ക് കിട്ടി. സോ ദ നെസസറി പാർട്ട് ഓഫ് യൂറിസോൺസ് ലെമ്മ ഈസ് പ്രൂവ്ഡ്. സ്പേസ് നോർമൽ ആണെങ്കിൽ എയും ബിയും ക്ലോസ്ഡ് സെറ്റ്സിന് ഓപ്പൺ സെറ്റ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഡെഫിനിഷൻ നമ്മൾ ക്യാരക്ടറൈസേഷൻ ആണ് ഉപയോഗിച്ചത്. സ്പേസ് നോർമൽ ആണെങ്കിൽ there exists a continuous real valued function taking value 0 in one closed set and value 1 in the other closed set. Thus Urysohn's lemma is proved. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ലൈവ് വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരുമോ, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറയണം. ഇത്രയും ലെന്തി ആയതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിനുശേഷം ഒരു ടീസ് ക്യാരക്ടറൈസേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രിലിമിനറീസും ആണ് ഈ മൊഡ്യൂളിൽ അവശേഷിക്കുന്നത്. അത് നമുക്ക്
നിന്നുകൊണ്ട് തന്നെ തീർക്കണം. ഞാൻ വൈകിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂറിസോൺസ് ലെമ്മയെ പറ്റി ഒരു ആവശ്യം ഉണ്ടെങ്കിൽ